ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് 19, 20 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാണ്. ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ്. എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ്. ഇന്ന് മെയ് 20 ലോക തേനീച്ച ദിനമായി ആചരിക്കുന്നു. എന്താണ് മെയ് 20ന്റെ പ്രത്യേകത? എന്താണ്? ലോക തേനീച്ച ദിനമാണ്. ഇനി എന്തുകൊണ്ടാണ് മെയ് 20 ലോക തേനീച്ച ദിനമായി ആചരിക്കുന്നതെന്ന് നോക്കാം. ആളുകളെയും ഭൂമിയെയും ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ തേനീച്ചകളും മറ്റ് പരാഗണകാരികളും വഹിക്കുന്ന പ്രധാന പങ്കിനെ കുറിച്ചും അവ ഇന്ന് നേരിടേണ്ടി വരുന്ന നിരവധി വെല്ലുവിളികളെ കുറിച്ചും അവബോധം വളർത്തുന്നതിനായിട്ടാണ് എല്ലാ വർഷവും മെയ് 20 ലോക തേനീച്ച ദിനമായി ആചരിക്കുന്നത്. ഇനി 2024 മെയ് 20 ലോക തേനീച്ച ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് കൂടി പഠിച്ചു വെക്കാം. ബി എൻഗേജ്ഡ് വിത്ത് യൂത്ത്. എന്താണ് ബി എൻഗേജ്ഡ് വിത്ത് യൂത്ത് എന്നുള്ളതാണ് 2024 പ്രമേയം. അപ്പോൾ മെയ് 20ന്റെ പ്രത്യേകത എന്താണ്? ലോക തേനീച്ച ദിനമാണ്. മെയ് 20ന്റെ മറ്റൊരു പ്രത്യേകത കൂടി നമുക്ക് നോക്കാം. എന്താണ്? ലോക മെട്രോളജി ദിനം. എന്താണ്? ലോക മെട്രോളജി ദിനമാണ്. മെയ് 20 നമ്മൾ ലോക മെട്രോളജി ദിനമായും ആചരിക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് മെയ് 20 ലോക മെട്രോളജി ദിനമായി ആചരിക്കുന്നതെന്ന് നോക്കാം. 1875 മെയ് 20 17 രാജ്യങ്ങളുടെ പ്രതിനിധികൾ മീറ്റർ കൺവെൻഷനിൽ ഒപ്പുവെച്ചതിന്റെ വാർഷിക ആഘോഷമാണ് നമ്മൾ ലോക മെട്രോളജി ദിനമായി ആചരിക്കുന്നത്. ഇനി 2024 പ്രമേയം കൂടി ഓർത്തു വെക്കുക. 2024 ലോക മെട്രോളജി ദിനത്തിന്റെ പ്രമേയം എന്താണ്? വി മെഷർ ടുഡേ ഫോർ സസ്റ്റൈനബിൾ ടുമാറോ. എന്താണ്? വി മെഷർ ടുഡേ ഫോർ സസ്റ്റൈനബിൾ ടുമാറോ എന്നുള്ളതാണ് 2024 പ്രമേയം. അപ്പോൾ മലയാളം കൂടി ഓർത്തു വെക്കുക. സുസ്ഥിരമായ നാളേക്കായി നാം ഇന്നേ കണക്ക് കൂട്ടുന്നു എന്നുള്ളതാണ് ഇതിന്റെ മലയാളം. അപ്പോൾ എന്താണ് 2024 പ്രമേയം? ഓർത്തു വെക്കുക. വി മെഷർ ടുഡേ ഫോർ സസ്റ്റൈനബിൾ ടുമാറോ എന്നുള്ളതാണ്. അപ്പോൾ മെയ് 20ന്റെ പ്രത്യേകതകൾ ഓർത്തു വെക്കുക. എന്താണ്? ലോക മെട്രോളജി ദിനമായി ആചരിക്കുന്നു, അതേപോലെ തന്നെ ലോക തേനീച്ച ദിനമായും ആചരിക്കുന്നു. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഒരു ബുക്കിനെ കുറിച്ചുള്ളതാണ്. എന്താണ് പ്രത്യേകത എന്ന് നോക്കാം. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് ആയി ഉൾപ്പെട്ട റൊക്കിയ, ആരുടെയാണ്? റൊക്കിയ ഹുസൈന്റെ നോവൽ ഏതെന്നാണ്. എന്താണ് ഈ നോവലിന്റെ പേര്? സുൽത്താനാസ് ഡ്രീം. എന്താണ്? സുൽത്താനാസ് ഡ്രീം എന്നുള്ള നോവലാണ്. എന്താണ് പ്രത്യേകത? യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് ആയി ഉൾപ്പെട്ട റൊക്കിയ ഹുസൈന്റെ നോവലാണ് എന്ത്? സുൽത്താനാസ് ഡ്രീം എന്നുള്ള നോവൽ. അപ്പോൾ ഈ ഒരു നോവൽ അല്ലാതെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു, ഇന്ത്യയിൽ നിന്ന് 3 സാഹിത്യ രചനകൾ കൂടി യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് ആയി അംഗീകരിക്കപ്പെട്ടിരുന്നു. അവ ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക. അതിലൊന്നാണ് രാമചരിതമാനസ്, അതേപോലെ തന്നെ പഞ്ചതന്ത്രം എന്നുള്ളത്. എന്താണ്? രാമചരിതമാനസ്, അതേപോലെ പഞ്ചതന്ത്രം. മറ്റൊന്നാണ് സഹൃദയ ലോകലോചന. അപ്പോൾ ഇവ 3മാണ് ഇന്ത്യയിൽ നിന്ന് മെമ്മറി ഓഫ് ദി വേൾഡ് ആയി ഉൾപ്പെട്ടത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് ആയി ഉൾപ്പെട്ട ആരുടെയാണ്? റൊക്കിയ ഹുസൈന്റെ നോവൽ ഏതാണ്? സുൽത്താനാസ് ഡ്രീം എന്നുള്ള നോവലാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഇന്ത്യ, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ ട്രൈലാറ്ററൽ മാരിടൈം സെക്യൂരിറ്റി വർക്ക്ഷോപ്പിന്റെ 2ാം പതിപ്പിന് വേദിയായത് INS ദ്രോണാചാര്യയിൽ വെച്ചിട്ടാണ് ഈ ഒരു വർക്ക്ഷോപ്പിന്റെ 2ാം പതിപ്പ്. അതായത് ആരൊക്കെ കൂടി ചേർന്നിട്ടുള്ളതാണെന്ന് ഓർത്തു വെക്കുക. ഇന്ത്യ, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യയുടെ എന്താണ്? ട്രൈലാറ്ററൽ മാരിടൈം സെക്യൂരിറ്റി വർക്ക്ഷോപ്പിന്റെ 2ാം പതിപ്പായിരുന്നു. എവിടെ വെച്ചാണ് നടന്നത്? INS ദ്രോണാചാര്യ കൊച്ചിയിൽ INS ദ്രോണാചാര്യയിൽ വെച്ചിട്ടാണ് ഈ ഒരു വർക്ക്ഷോപ്പ് നടന്നത്. അതോടൊപ്പം ഓർത്തു വെക്കുക, ഈ ഒരു മാരിടൈം സെക്യൂരിറ്റി വർക്ക്ഷോപ്പിന്റെ തീം എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക. ഇന്ത്യൻ ഓഷൻ റീജിയൻ കൊളാബറേറ്റീവ് എഫേർട്സ് ടു എൻഹാൻസ് റീജിയണൽ മാരിടൈം സെക്യൂരിറ്റി എന്നുള്ളതാണ് ഇതിന്റെ തീം. അപ്പോൾ അതോടൊപ്പം ഈ തീം കൂടി ഓർത്തു വെക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. ഇന്ത്യ, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ ട്രൈലാറ്ററൽ മാരിടൈം സെക്യൂരിറ്റി വർക്ക്ഷോപ്പിന്റെ 2ാം പതിപ്പിന് വേദിയായത് എവിടെയാണ്? കൊച്ചിയിൽ വെച്ചിട്ട് INS ദ്രോണാചാര്യയിലാണ് ഈ ഒരു വർക്ക്ഷോപ്പ് നടന്നത്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ആരോഗ്യത്തിനുള്ള മൗലിക അവകാശത്തിൽ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെ കുറിച്ച്
അറിയാനുള്ള ഉപഭോക്താവിന്റെ അവകാശവും ഉൾപ്പെടുന്നു എന്ന് വിധി പ്രസ്താവിച്ചത് ഏത് കോടതി എന്നാണ്? ഏത് കോടതിയാണ്? സുപ്രീം കോടതിയാണ്. എന്താണ് പ്രസ്താവിച്ചതെന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. ആരോഗ്യത്തിനുള്ള മൗലിക അവകാശത്തിൽ എന്തുൾപ്പെടുന്നു എന്നാണ്? ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെ കുറിച്ച് അറിയുവാനുള്ള, ആ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള അവകാശവും ഉണ്ട് എന്നുള്ള കാര്യമാണ് മൗലിക അവകാശത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എന്താണ്? ആരോഗ്യത്തിനുള്ള മൗലിക അവകാശത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പോയിന്റ് ഒന്നുകൂടി പറയാം. ആരോഗ്യത്തിനുള്ള മൗലിക അവകാശത്തിൽ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെ കുറിച്ച് അറിയുവാനുള്ള ഉപഭോക്താവിന്റെ അവകാശവും ഉൾപ്പെടുന്നു എന്നുള്ള വിധിയാണ് വന്നിരിക്കുന്നത്. ആരാണ് ഈ വിധി പ്രസ്താവിച്ചത്? സുപ്രീം കോടതിയാണ്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു സ്വിമ്മിംഗ് പൂളിനെ കുറിച്ചുള്ള പോയിന്റ് ആണ്. എന്താണെന്ന് നോക്കാം. അക്വാറ്റിക് മത്സരങ്ങൾക്കായുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള നീന്തൽക്കുളം സ്വിമ്മിംഗ് പൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭൂട്ടാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്താണ് പ്രത്യേകത? അക്വാറ്റിക് മത്സരങ്ങൾക്കായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ളയാന്ന് പറഞ്ഞു. ഉയരം എത്രയാന്ന് കൂടി ഓർത്തു വെക്കുക. 2400 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഉയരത്തിലുള്ള നീന്തൽക്കുളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭൂട്ടാനിലാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അഗ്നിപർവ്വതത്തെ കുറിച്ചുള്ളൊരു പോയിന്റ് ആണ്. 90 മിനിറ്റിൽ 5 തവണ പൊട്ടിത്തെറിച്ച ഇന്തോനേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതം ഏതാണ്? സെമരു. എന്താണ് പേരെന്ന് ഓർത്ത് വെക്കുക. സെമരു. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സിലായിട്ട് ഇന്തോനേഷ്യയിലെ പല അഗ്നിപർവ്വതങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ പോയിന്റും കൂടി ആഡ് ചെയ്യുക. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. എന്താണ് സെമേരു എന്നുള്ള അഗ്നിപർവ്വതത്തിന്റെ പ്രത്യേകത? 90 മിനിറ്റിനുള്ളിൽ 5 തവണ പൊട്ടിത്തെറിച്ച ഇന്തോനേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതമാണ് ഏത്? സെമേരു എന്നുള്ള അഗ്നിപർവ്വതം. അടുത്ത പോയിന്റ് നോക്കാം. കാലാവസ്ഥാ വ്യതിയാനം കാരണം എല്ലാ ഹിമാനികളും നഷ്ടപ്പെടുന്ന ആദ്യത്തെ രാജ്യം ഏതാണ്? വെനസ്വലയാണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കാലാവസ്ഥാ വ്യതിയാനം കാരണം എന്ത് സംഭവിച്ചു? വെനസ്വലയിലെ ഹിമാനികളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹിമാനികൾ എന്താണെന്ന് കൂടി അതോടൊപ്പം ഓർത്തു വെക്കുക. എന്താണ് ഹിമാനികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർത്തു വെക്കുക. മഞ്ഞു മൂടിയ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് താഴ്ന്ന പ്രദേശത്തേക്ക് സാവധാനം തെന്നി നീങ്ങുന്ന ഭീമാകാരമായ മഞ്ഞുപാളികളെയാണ് എന്ത് പറയുന്നത്? ഹിമാനികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മഞ്ഞുപാളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇല്ലാതാകുക അല്ലെങ്കിൽ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് എന്താണ്? ആ മഞ്ഞുപാളികൾ ഉരുകി തീർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉരുകി തീരുകയാണ് വെനസ്വലയിലെ ഹിമാനികളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പോയിന്റ്? കാലാവസ്ഥാ വ്യതിയാനം കാരണം എല്ലാ ഹിമാനികളും നഷ്ടപ്പെടുന്ന ആദ്യത്തെ രാജ്യം ഏതാണ്? വെനസ്വലയാണ്. അതോടൊപ്പം തന്നെ ഹിമാനികളുടെ വേറെ 2 പോയിന്റുകൾ കൂടി ഓർത്തു വെക്കുക. സമുദ്രം കഴിഞ്ഞാൽ ഭൂമിയിൽ ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്നത് ഹിമാനികളാണ്. അപ്പോൾ ആ പോയിന്റ് ഓർത്തു വെക്കുക. അതേപോലെ തന്നെ ഭൂമിയിൽ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ്സും ഏത് തന്നെയാണ്? ഹിമാനികളാണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. കാലാവസ്ഥാ വ്യതിയാനം കാരണം എല്ലാ ഹിമാനികളും നഷ്ടപ്പെടുന്ന ആദ്യത്തെ രാജ്യം ഏതാണ്? വെനസ്വലയാണ്. സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ ടൂറിസ്റ്റ് ആരെന്നാണ്? എന്താണ് പ്രത്യേകത? ആദ്യ ഇന്ത്യൻ ബഹിരാകാശ ടൂറിസ്റ്റ് ആയത് ആരാണ്? ഗോപീചന്ദ് തോട്ടക്കുരയാണ്. എന്താണ്? ഇന്ത്യയിൽ നിന്നും ബഹിരാകാശ ടൂറിസ്റ്റ് ആയി പോയ ആദ്യത്തെ വ്യക്തിയാണ് ആര്? ഗോപീചന്ദ് തോട്ടക്കുര. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. എന്താണ് പ്രത്യേകത? ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്ത ടൂറിസ്റ്റ് യാത്ര ചെയ്ത ആളാണ് ആര്? ഗോപീചന്ദ് തോട്ടക്കുര. ആരാണ്? ഗോപീചന്ദ് തോട്ടക്കുര. അപ്പോൾ അദ്ദേഹം യാത്ര ചെയ്തത് ഏത് മിഷന്റെ ഭാഗമായിട്ടാണെന്ന് കൂടി ഓർത്തു വെക്കുക. ബ്ലൂ ഒറിജിന്റെ NS-25 എന്താണ്? NS-25 മിഷന്റെ ഭാഗമായിട്ടാണ് ആര്? ഗോപീചന്ദ് തോട്ടക്കുര ഇന്ത്യയിൽ നിന്ന് ബഹിരാകാശ ടൂറിസ്റ്റ് ആവുന്ന ആദ്യ വ്യക്തിയായത്. ഏത് മിഷന്റെ ആണ്? ബ്ലൂ ഒറിജിന്റെ NS-25 മിഷന്റെ ഭാഗമായിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ ടൂറിസ്റ്റ് ആയത് ആരാണ്? ഗോപീചന്ദ് തോട്ടക്കുരയാണ്. അടുത്ത പോയിന്റ് ഇതാണ്. ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങൾ ബഹിരാകാശത്തേക്ക് എത്ര താപം പ്രസരിക്കുന്നുവെന്നും അത് നമ്മുടെ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും മനസ്സിലാക്കുന്നതിനായി നാസ തയ്യാറാക്കിയ ദൗത്യം ഏതാണ്? പ്രീഫയർ. എന്താണ് പേര്? പ്രീഫയർ എന്നുള്ളതാണ് ഈ ദൗത്യത്തിന് നൽകിയിരിക്കുന്ന പേര്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ദൗത്യം എന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. എന്താണ്? ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങൾ
ധ്രുവപ്രദേശങ്ങൾ ബഹിരാകാശത്തേക്ക് എത്ര താപം പ്രസരിക്കുന്നുവെന്നും അത് നമ്മുടെ കാലാവസ്ഥയെ എങ്ങനെ മാറ്റുന്നു, എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും മനസ്സിലാക്കുന്നതിനാണ് നാസ ഇങ്ങനെ ഒരു മിഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ദൗത്യത്തിന്റെ പേരെന്താണ്? പ്രീ ഫയർ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങൾ ബഹിരാകാശത്തേക്ക് എത്ര താപം പ്രസരിക്കുന്നുവെന്നും അത് നമ്മുടെ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും മനസ്സിലാക്കുന്നതിനായി നാസ തയ്യാറാക്കിയ ദൗത്യത്തിന്റെ പേരെന്താണ്? പ്രീ ഫയർ. സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നമ്മളിനി ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ പോയിന്റ് ഇതാണ്. അടുത്തിടെ ബ്ലഡ് ഡോപ്പിങ്ങിന്റെ പേരിൽ 6 വർഷത്തേക്ക് വിലക്ക് ലഭിച്ച കെനിയൻ ലോങ് ഡിസ്റ്റൻസ് റണ്ണർ ആരാണ്? റോജേഴ്സ് ക്വെമോയി ആണ്. എന്താണ് ഈ വിലക്ക് ലഭിച്ചിരിക്കുന്നത്? 6 വർഷത്തേക്കാണ്. കാരണം എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക. ബ്ലഡ് ഡോപ്പിങ്ങിന്റെ പേരിലാണ് ആർക്കാണ്? റോജേഴ്സിന് ഈ ഒരു 6 വർഷത്തെ വിലക്ക് ലഭിച്ചത്. അടുത്ത പോയിന്റ് ഇതാണ്. 2023-24 സീസണിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിയത് ആരാണ്? മാഞ്ചസ്റ്റർ സിറ്റിയാണ് 2023-24 സീസണിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിയത്. തുടർച്ചയായി നാലാം തവണയാണ് മാഞ്ചസ്റ്റർ സിറ്റി ഈ ഒരു നേട്ടം കൈവരിക്കുന്നത്. ആ കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ് ഇതാണ്. 2023-24 സീസണിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിയത് ആരാണ്? മാഞ്ചസ്റ്റർ സിറ്റിയാണ്. ഇനി നോക്കുന്ന പോയിന്റ് ഇതാണ്. ജർമ്മൻ ബുണ്ടസ്ലിഗയിൽ ഒരു മത്സരം പോലും തോൽക്കാതെ സീസൺ പൂർത്തിയാക്കിയ ആദ്യ ടീം ഏതാണ്? ബയർ ലെവർകുസൻ എന്നുള്ള ടീമാണ്. എന്താണ്? ജർമ്മൻ ബുണ്ടസ്ലിഗയിൽ എന്താണ്? ഒരു മത്സരം പോലും തോൽക്കാതെ സീസൺ പൂർത്തിയാക്കിയ ആദ്യ ടീമാണ് ബയർ ലെവർകുസൻ എന്ന് പറയുന്നത്. എന്താണ്? ബയർ ലെവർകുസൻ എന്നുള്ള ടീം. അടുത്ത ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓസ്ട്രേലിയയാണ് വേദിയാവുന്നത്. 2026 AFC വുമൻസ് ഏഷ്യ കപ്പിന് വേദിയാവുന്ന രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ്. അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക 2029 AFC വുമൻസ് ഏഷ്യ കപ്പിന് വേദിയാവുന്ന രാജ്യം ഏതാണ്? അത് ഉസ്ബെക്കിസ്ഥാനാണ്. അപ്പോൾ 2026 മത്സരം നടക്കുന്നത് എവിടെ വെച്ചാണ്? ഓസ്ട്രേലിയയിൽ വെച്ചാണ്. 2029 മത്സരം നടക്കുന്നത് എവിടെ വെച്ചാണ്? ഉസ്ബെക്കിസ്ഥാനിൽ വെച്ചിട്ടാണ്. ഇനി നോക്കുന്ന പോയിന്റ് ഇതാണ്. 2024 ഫോബ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരം ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. എന്താണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ഏത് കണക്ക് പ്രകാരമാണ്? 2024 ഫോബ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരം ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അപ്പോൾ ഈ ഒരു റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക. ജോൺ റാം ആണ്. ആരാണ്? ജോൺ റാം ആണ് ഈ ഒരു റാങ്കിങ് സെക്കൻഡിൽ നിൽക്കുന്നത്, 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഗോൾഫ് താരമാണ് ആര്? ജോൺ എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ക്രിസ്ത്യാനോ നമുക്കറിയാം ഒരു ഫുട്ബോൾ താരമാണ്. പോർച്ചുഗൽ ഫുട്ബോൾ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അതേപോലെ തന്നെ സ്പെയിൻ താരമാണ് എന്ത്? ഗോൾഫ് താരമായിട്ടുള്ള ജോൺ എന്താണ്? സ്പെയിൻ താരമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അതേപോലെ ഈ ഒരു റാങ്കിങ്ങിൽ 3ാം സ്ഥാനത്തുള്ളത് ആരാണെന്ന് ഓർത്തു വെക്കുക. ലയണൽ മെസ്സിയാണ്. ഫുട്ബോൾ കളിക്കാരനായ അർജന്റീന താരമായിട്ടുള്ള ലയണൽ മെസ്സിയാണ് ഈ ഒരു റാങ്കിങ്ങിൽ, അതായത് ഫോബ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരങ്ങളുടെ ലിസ്റ്റിൽ 3ാം സ്ഥാനത്തുള്ളത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു റിപ്പോർട്ടായിരുന്നു. 2024 പുറത്തുവിട്ട ഫോബ്സിന്റെ റിപ്പോർട്ടാണ് ചർച്ച ചെയ്തത്. ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരം ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 2ാം സ്ഥാനത്തുള്ളത് ജോൺ റാം ആണ്. അതേപോലെ 3ാം സ്ഥാനത്തുള്ളത് ലയണൽ മെസ്സിയാണ്. അടുത്ത പോയിന്റ് ഇതാണ്. 2024 ഫോർമുല 1 എമിലിയ റൊമാഗ്ന ഗ്രാൻഡ് പ്രിക്സ് ജേതാവായത് ആരാണ്? മാക്സ് വെസ്റ്റപ്പൻ ആണ്. 2024 ഫോർമുല 1 എമിലിയ റൊമാഗ്ന ഗ്രാൻഡ് പ്രിക്സ് ജേതാവായത്. ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2024 അന്തരിച്ച ICICIയുടെ മുൻ ചെയർമാനും MDയുമായിരുന്ന വ്യക്തി ആരാണ്? നാരായണൻ വാഗുലാണ്. അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്തു വെക്കുക. ICICയുടെ മുൻ ചെയർമാനും അതേപോലെ MDയുമായിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക അദ്ദേഹത്തിന് 2010 പത്മഭൂഷൺ ലഭിച്ചിരുന്നു. ഏത് വർഷമാണ്? 2010 ആർക്കാണെന്ന് ഓർത്തു വെക്കുക. നാരായണൻ വാഗുലിന് അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചത് ഏത് വർഷമാണ്? 2010.
വീണ്ടും ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2024 അന്തരിച്ച സംസ്ഥാനത്തെ ആദ്യ വനിതാ ജയിൽ സൂപ്രണ്ട് ആരെന്നാണ്. വനിതാ ജയിൽ സൂപ്രണ്ട് ആരാണ്? മേരി രത്നാഭായ്. ആരാണ്? മേരി രത്നാഭായ് ആണ്. എന്താണ് പ്രത്യേകത എന്ന് ഓർത്തു വെക്കുക. ആദ്യ, അതായത് കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ സൂപ്രണ്ടാണ്. നെയ്യാറ്റിൻകരയിൽ ആദ്യമായി വനിതാ ജയിൽ സ്ഥാപിതമായപ്പോൾ അവിടെ സൂപ്രണ്ടായത് ആരാണ്? മേരി രത്നാഭായ് ആണ്. അപ്പോൾ 2024 അന്തരിച്ച സംസ്ഥാനത്തെ ആദ്യ വനിതാ ജയിൽ സൂപ്രണ്ട് ആരാണ്? മേരി രത്നാഭായ് ആണ്. വീണ്ടും ഒരു വിയോഗമാണ് ചർച്ച ചെയ്യുന്നത്. അടുത്തിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച ഇറാൻ പ്രസിഡന്റ് ആരെന്നാണ്. ആരാണ്? ഇബ്രാഹിം റൈസി. അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റൈസി അന്തരിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് അന്തരിച്ചത്? ഹെലികോപ്റ്റർ അപകടത്തിലാണ് അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തെ കൂടാതെ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിരുന്ന ഹൊയ്സിൻ അമീർ അബ്ദുല്ലാഹിനും കൂടി ഈ ഒരു അപകടത്തിൽ അന്തരിച്ചിരിക്കുകയാണ്. അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക. അടുത്തിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച ഇറാൻ പ്രസിഡന്റ് ആരാണ്? ഇബ്രാഹിം റൈസിയാണ്. ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ബുക്കിനെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആയിരുന്നു. എന്താണെന്ന് നോക്കാം. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് ആയി ഉൾപ്പെട്ട റോക്കിയ ഹുസൈന്റെ നോവൽ ഏതെന്നാണ്. ഏതാണ്? സുൽത്താനാസ് ഡ്രീം എന്നുള്ള നോവലാണ്. എന്താണ് പ്രത്യേകത? യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് ആയി ഉൾപ്പെട്ടിരിക്കുകയാണ്. ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. ഇന്ത്യ, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ ട്രൈലാറ്ററൽ മാരിടൈം സെക്യൂരിറ്റി വർക്ക്ഷോപ്പിന്റെ 2ാം പതിപ്പിന് വേദിയായത് INS ദ്രോണാചാര്യയാണ്. കൊച്ചിയിൽ വെച്ചിട്ടാണ് ഈ ഒരു മീറ്റിംഗ് നടന്നത്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. ആരോഗ്യത്തിനുള്ള മൗലിക അവകാശത്തിൽ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് അറിയുവാനുള്ള ഉപഭോക്താവിന്റെ അവകാശവും ഉൾപ്പെടുന്നു എന്ന് വിധി പ്രസ്താവിച്ച കോടതി ഏതാണ്? സുപ്രീം കോടതിയാണ്. പിന്നീട് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. അക്വാറ്റിക് മത്സരങ്ങൾക്കായുള്ള ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള നീന്തൽ കുളം, സ്വിമ്മിംഗ് പൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭൂട്ടാനിലാണ്. 2400 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2400 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു സ്വിമ്മിംഗ് പൂൾ സ്ഥിതി ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അഗ്നിപർവ്വതത്തെ കുറിച്ചുള്ള പോയിന്റ് ആയിരുന്നു. 90 മിനിറ്റിനുള്ളിൽ 5 തവണ പൊട്ടിത്തെറിച്ച ഇന്തോനേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതം ഏതെന്നാണ്. ഏതാണ്? സെമരു എന്നുള്ള അഗ്നിപർവ്വതമാണ്. എന്താണ് പ്രത്യേകത? 90 മിനിറ്റിനുള്ളിൽ 5 തവണയാണ് പൊട്ടിത്തെറിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം കാരണം എല്ലാ ഹിമാനികളും നഷ്ടപ്പെടുന്ന ആദ്യത്തെ രാജ്യമാവുന്നത് ഏതാണ്? വെനസ്വലയ്ക്കാണ്. എന്താണ് പ്രത്യേകത? ഹിമാനികൾ അവിടെയുള്ള ഹിമാനികളെല്ലാം നഷ്ടപ്പെടുകയാണ്. ഇനി എന്താണ് ഹിമാനി എന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്ത പോയിന്റ് ആണ്. എന്താണ്? മഞ്ഞു മൂടിയ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് സാവധാനം തെന്നി നീങ്ങുന്ന വലിയ ഭീമാകാരമായ ഹിമാപാളികളാണ് എന്ന് പറയുന്നത് ഹിമാനികൾ എന്ന് പറയുന്നത്. ഹിമാനികളുടെ മറ്റ് 2 പ്രത്യേകതകളും കൂടി നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. സമുദ്രം കഴിഞ്ഞാൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്നത് ഹിമാനികളിലാണ്. അതേപോലെ തന്നെ ഭൂമിയിൽ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ് എന്ന് പറയുന്നതും ഹിമാനിയാണ്. അപ്പോൾ ഇതായിരുന്നു പോയിന്റ്. കാലാവസ്ഥാ വ്യതിയാനം കാരണം എല്ലാ ഹിമാനികളും നഷ്ടപ്പെടുന്ന ആദ്യത്തെ രാജ്യം ഏതാണ്? വെനസ്വലയാണ്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ആദ്യ ഇന്ത്യൻ ബഹിരാകാശ ടൂറിസ്റ്റ് ആയത് ആരാണ്? ഗോപിചന്ദ് തോട്ടക്കുരയാണ്. അദ്ദേഹം ഏത് മിഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ഏതാണ്? ബ്ലൂ ഓറിജിനിന്റെ NS-25 മിഷന്റെ ഭാഗമായിട്ടാണ് ഗോപിചന്ദ് തോട്ടക്കുര ആദ്യ ഇന്ത്യൻ ബഹിരാകാശ ടൂറിസ്റ്റായി മാറിയത്. പിന്നീട് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. ഭൂമിയുടെ ധ്രുവ പ്രദേശങ്ങൾ ബഹിരാകാശത്തേക്ക് എത്ര താപം പ്രസരിക്കുന്നുവെന്നും അത് നമ്മുടെ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും മനസ്സിലാക്കുന്നതിനായി നാസ തയ്യാറാക്കിയ ദൗത്യം ഏതെന്നായിരുന്നു. എന്താണ് ദൗത്യത്തിന്റെ പേര്? പ്രീ ഫയർ എന്നുള്ളതാണ് ഈ ദൗത്യത്തിന്റെ പേര്. ശേഷം നമ്മൾ നോക്കിയത് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു. ജർമ്മൻ ബുണ്ടസ്ലിഗയിൽ ഒരു മത്സരം പോലും തോൽക്കാതെ സീസൺ പൂർത്തിയാക്കിയ ആദ്യ ടീം ഏതായിരുന്നു? ബെയർ ലെവർകുസൻ ആയിരുന്നു. എന്താണ്? ബെയർ ലെവർകുസൻ എന്നുള്ള ടീമാണ് ജർമ്മൻ ബുണ്ടസ്ലിഗയിൽ ഒരു മത്സരം പോലും തോൽക്കാതെ സീസൺ പൂർത്തിയാക്കിയ ആദ്യ ടീം. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് 2023-24 സീസണിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിയത് ഏത് ടീമെന്നാണ്? മാഞ്ചസ്റ്റർ
മാഞ്ചസ്റ്റർ സിറ്റിയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത്. തുടർച്ചയായി 4ാം തവണയാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഈ ഒരു കിരീടം ലഭിക്കുന്നത്. അപ്പോൾ പോയിന്റ് ഇതായിരുന്നു, 2023-24 സീസണിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിയ ടീം ഏതാണ്? മാഞ്ചസ്റ്റർ സിറ്റിയാണ്. ശേഷം നമ്മൾ നോക്കിയ പോയിന്റ്, അടുത്തിടെ ബ്ലഡ് ഡോപ്പിംഗിന്റെ പേരിൽ 6 വർഷത്തേക്ക് വിലക്ക് ലഭിച്ച കെനിയൻ ലോങ് ഡിസ്റ്റൻസ് റണ്ണർ ആരെന്നാണ്? ആരായിരുന്നു? റോജേഴ്സ് ക്വെമോയ്. ആരാണ്? റോജേഴ്സ് ക്വെമോയ് ആണ്. എന്താണ്? അടുത്തിടെ ബ്ലഡ് ഡോപ്പിംഗിന്റെ പേരിൽ 6 വർഷത്തെ വിലക്ക് ലഭിച്ച കെനിയൻ താരമാണ്. ഇതൊന്ന് ഓർത്തു വെക്കുക. ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഒരു വേദിയായിരുന്നു. 2026 AFC വുമൺസ് ഏഷ്യ കപ്പിന് വേദിയാവുന്ന രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ്. 2029-ലെ AFC വുമൺസ് ഏഷ്യ കപ്പിന്റെ വേദിയാവുന്ന രാജ്യം ഏതാണ്? ഉസ്ബെക്കിസ്ഥാനാണ്. പിന്നീട് നമ്മൾ നോക്കിയ പോയിന്റ് 2024 ഫോബ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരം ആരെന്നാണ്? ആരാണ്? ഫുട്ബോൾ താരമായ പോർച്ചുഗൽ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഈ ഒരു റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 2ാം സ്ഥാനത്തുള്ള താരം ഏതാണ്? ജോൺ റാം ആണ്. ആരാണെന്ന് ഓർത്ത് വെക്കുക, ജോൺ റാം ആണ് 2ാം സ്ഥാനത്തുള്ളത്. അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? സ്പെയിൻ രാജ്യത്തു നിന്നുള്ള ഒരു ഗോൾഫ് താരമാണ്. ആര്? ജോൺ എന്നുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു റാങ്കിങ്ങിൽ 3ാം സ്ഥാനത്തുള്ളത് ലയണൽ മെസ്സിയാണ്. ഫുട്ബോൾ താരമായിട്ടുള്ള അർജന്റീന താരമായ ലയണൽ മെസ്സിയാണ് ഈ ഒരു റാങ്കിങ്ങിൽ, ഈ ഒരു റിപ്പോർട്ടിൽ 3ാം സ്ഥാനത്തുള്ളത്. പിന്നീട് നമ്മൾ നോക്കിയത് 2024 ഫോർമുല 1 എമിലിയ റൊമാഗ്ന ഗ്രാൻഡ് പ്രിക്സ് ജേതാവായത് ആരെന്നാണ്? ആരാണ്? മാക്സ് വെസ്റ്റപ്പൻ ആണ് ഈ ഒരു മത്സരത്തിൽ ഗ്രാൻഡ് പ്രിക്സ്, അതായത് ഈ ഒരു മത്സരത്തിൽ ജേതാവായത്. പിന്നീട് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു, 2024 ഫോർമുല 1 എമിലിയ റൊമാഗ്ന ഗ്രാൻഡ് പ്രിക്സ് ജേതാവായത് ആരെന്നാണ്? ആരാണ്? മാക്സ് വെസ്റ്റപ്പൻ ആണ് ഈ ഒരു മത്സരത്തിൽ ജേതാവായത്. ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് വിയോഗങ്ങളായിരുന്നു. 2024 അന്തരിച്ച ICICIയുടെ മുൻ ചെയർമാനും MDയുമായിരുന്ന വ്യക്തി ആരെന്നാണ്? ആരാണ്? നാരായണൻ. ആരാണ്? നാരായണൻ ബാഹുലാണ്. എന്താണ് പ്രത്യേകത? അദ്ദേഹം ICICയുടെ മുൻ ചെയർമാനും MDയുമായിരുന്നു. അദ്ദേഹത്തിന് 2010 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത വിയോഗം, 2024 അന്തരിച്ച സംസ്ഥാനത്തെ ആദ്യ വനിതാ ജയിൽ സൂപ്രണ്ട് ആരെന്നാണ്? ആരാണ്? മേരി രത്നാബായി ആണ്. 2024 അന്തരിച്ച സംസ്ഥാനത്തെ, കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ സൂപ്രണ്ട്. നെയ്യാറ്റിൻകരയിൽ ആദ്യ വനിതാ ജയിൽ സ്ഥാപിതമായപ്പോൾ അവിടുത്തെ സൂപ്രണ്ട് ആരായിരുന്നു? മേരി രത്നാബായി ആയിരുന്നു. പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത വിയോഗം ഇതായിരുന്നു, അടുത്തിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച ഇറാനിലെ പ്രസിഡന്റ് അന്തരിച്ചിരിക്കുകയാണ്. ആരാണെന്ന് ഓർത്തു വെക്കുക, ഇബ്രാഹിം റൈസിയാണ്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് അന്തരിച്ചത്? ഹെലികോപ്റ്റർ അപകടത്തിലാണ് അന്തരിച്ചത്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്, ലോകത്തിലാദ്യമായി 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം ഏതെന്നാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി അമേരിക്ക, ഓപ്ഷൻ സി ജപ്പാൻ, ഓപ്ഷൻ ഡി റഷ്യ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ടൈംസ് ഹയർ എഡ്യൂക്കേഷന്റെ 2023 യങ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഇന്ത്യയിൽ നിന്നും 1ാം സ്ഥാനം നേടിയ യൂണിവേഴ്സിറ്റി ഏതെന്നാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ കേരള യൂണിവേഴ്സിറ്റി, ഓപ്ഷൻ ബി കണ്ണൂർ യൂണിവേഴ്സിറ്റി, ഓപ്ഷൻ സി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഓപ്ഷൻ ഡി MG യൂണിവേഴ്സിറ്റി. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, ഡെഡ് ലൈനിന്റെ ഗ്ലോബൽ ഡിസ്റപ്റ്റേഴ്സ് 2024 ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യൻ ചലച്ചിത്ര നടി ആരെന്നാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. ആരാണ്? ദീപിക പദുക്കോൺ ആണ്. 2024 ഡെഡ് ലൈനിന്റെ ഗ്ലോബൽ ഡിസ്റപ്റ്റേഴ്സ് ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യൻ ചലച്ചിത്ര നടി. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, 2024 പുരുഷ T20 ലോകകപ്പിൽ അയർലൻഡ്, സ്കോട്ട്ലാൻഡ് ടീമുകളുടെ സ്പോൺസർ ആയ ഇന്ത്യൻ ബ്രാൻഡ് ഏതെന്നാണ്? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. നന്ദിനി എന്നുള്ള ബ്രാൻഡാണ്. എന്താണ്? 2024 പുരുഷ T20 ലോകകപ്പിൽ അയർലൻഡ്, സ്കോട്ട്ലാൻഡ് ടീമുകളുടെ സ്പോൺസറായ ഇന്ത്യൻ ബ്രാൻഡ്. ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം.